ഇവിടെ എനിക്ക് UDF നേതാക്കന്മാരോടാണ് ചോദിക്കാനുള്ളത്. ഇത്രയും മണ്ടന്മാരായിട്ടുള്ള ഒരു UDF നേതൃത്വം നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. നോക്കൂ, നിങ്ങൾ LDFിൻ്റെ ഏക അത്താണി എന്ന് പറയുന്നത്, LDFിൻ്റെ അവസാനത്തെ തുരുപ്പുചീട്ട് എന്ന് പറയുന്നത് ഈ കേന്ദ്ര അവഗണന എന്നുള്ള വിഷയമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റമ്പിയതിനു ശേഷം പിണറായി വിജയനും സംഘവും തിരിച്ചു വരാൻ വേണ്ടി നടത്തുന്ന ഏക തുരുപ്പുചീട്ട് ഈ കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നുള്ള വിഷയമാണ്. അതിന് വളം വെച്ചു കൊടുക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവല്ലേ ഇവിടെ ഉള്ളത്? 18 കോൺഗ്രസ് MPമാരല്ലേ ഇവിടെ ഉള്ളത്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റമ്പിയ CPMനും മുഖ്യമന്ത്രിക്കും ഒരു ഉച്ഛ്വാസവായു കൊടുക്കുന്ന സമീപനമല്ലേ പ്രതിപക്ഷം ചെയ്യുന്നത്? ഇത് ഭരണകക്ഷിയുടെ നെറേറ്റീവാണ്. കേരളത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഞങ്ങളല്ല, കേന്ദ്രമാണ് എന്നുള്ളത് ഭരണകക്ഷിയുടെ ഒരു വാദമാണ്. കേരളത്തിൽ പിണറായി വിജയൻ പിടിച്ചു നിൽക്കുന്നത് അതിൻ്റെ പേരിലാണ്. എന്താ പറയുന്നത്? ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, ഞങ്ങളൊന്നും ചെയ്യുന്നില്ല, ഞങ്ങൾ കാരണമല്ല ഇവിടുത്തെ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്, ഇവിടെ കടക്കെണി വർദ്ധിച്ചിരിക്കുന്നത്, ഇവിടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്, ഇവിടെ ഭരണസ്തംഭനം ഉണ്ടായിരിക്കുന്നത്, ഇവിടെ പെൻഷൻ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം വന്നത്, KSRTC പൂട്ടിപ്പോകുന്നത്, ഇതിനെല്ലാം കാരണം ഞങ്ങളല്ല, മോദിയാണ്. മിസ്റ്റർ VD സതീശൻ, താങ്കളുടെ തലയിൽ കളിമണ്ണാണോ അതല്ല മറ്റെന്തെങ്കിലും ആണോ? നോക്ക്, എന്തുകൊണ്ടാണ് ലോക്സഭയിലേക്ക് UDF ജയിക്കുമ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ LDF ജയിക്കുന്നത്? ഈ ഒണ്ണാക്കൻ പ്രതിപക്ഷ നേതാവും ഈ മണ്ടത്തരം അവരാവർത്തിക്കുന്നതുകൊണ്ടാണ്. ഇത് ഇടതുപക്ഷത്തിൻ്റെ ഒരു ന്യായമാണ്. കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നു. ബീഹാറിലെ കോൺഗ്രസ് നേതാക്കന്മാർക്കുള്ള വിവേചന ബുദ്ധിയെങ്കിലും VD സതീശനും സംഘവും കാണിക്കണം. ബീഹാറിൽ 2 ദിവസം വലിയ പ്രചരണം നടത്തി. ബീഹാറിന് പ്രത്യേക പദവി, ധാരാളം സാമ്പത്തിക സഹായം കൊടുത്തു. ഇപ്പോൾ രാഹുൽ ഗാന്ധിയും കമ്പനി ഉപദേശിച്ചിരിക്കുകയാണ് ബീഹാറിൽ ആ പ്രചരണം നടത്തരുതെന്ന്. എന്താ കാരണം? അവർക്ക് വിവേചന ബുദ്ധിയുണ്ട്. അടുത്ത ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഈ പ്രതിപക്ഷ നേതാവിനും കേരളത്തിലെ 18 MPമാർക്കും ഞാൻ അവരോട് ചാലഞ്ച് ചെയ്ത് ചോദിക്കുന്നു, കഴിഞ്ഞ 10 വർഷത്തെയും അതിനു മുമ്പുള്ള UPയുടെ 10 വർഷത്തെയും എല്ലാ ബജറ്റുകളും വെച്ച് നോക്കിയാൽ ഈ വർഷത്തെ ബജറ്റിലാണ് ഏറ്റവും കൂടുതൽ വിഹിതം കിട്ടിയിരിക്കുന്നത് ഏത് കാര്യത്തിനും. MK രാഘവനൊക്കെ മനസ്സ് നിറഞ്ഞ് ഫ്ലക്സ് അടിച്ച് വെക്കുന്നുണ്ടല്ലോ, ഈ റെയിൽവേ വികസനം മറ്റേന്നൊക്കെ പറഞ്ഞിട്ട്, ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ നവീകരണം എന്നൊക്കെ പറഞ്ഞ് മോദി കേന്ദ്ര ബജറ്റിൽ വെച്ചിരിക്കുന്ന കാശ് കൊണ്ടാണ്. ഇനിയെങ്കിലും അത്തരം ഫ്ലക്സുകൾ അടിച്ചു വെക്കരുത്. MPമാർ പറയാണ് കേരളത്തെ അവഗണിച്ചു. എവിടെയാണ് അവഗണിച്ചത്? ഏത് വിഷയത്തിലാണ് അവഗണിച്ചത്? പ്രളയത്തിന് പാക്കേജ് കിട്ടിയില്ലെന്നാണ്. ഞാൻ VD സതീശനോട് പറയുന്നു, കേരള ഗവൺമെന്റിന് പ്രളയവിഹിതം, പ്രളയത്തിൻ്റെ ദുരിതാശ്വാസത്തിൻ്റെ വിഹിതം നേരത്തെ ലഭിച്ചത് ഇതുവരെ ചെലവഴിച്ചിട്ടില്ല. കേരള സർക്കാരിന് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പേരിലുണ്ടായിട്ടുള്ള കൃഷിനാശത്തിന് നേരത്തെ ലഭിച്ച വീതം ഇതുവരെ ചെലവഴിച്ചിട്ടില്ല. VD സതീശൻ അറിയോ? അത് പറയാൻ തയ്യാറുണ്ടോ? സർ, കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ വിഹിതവും പ്രളയ വിഹിത പാക്കേജൊക്കെ ഒരു കടലാസിൽ എഴുതിയിട്ട് പരാതി കൊടുക്കുന്നതല്ല. പാക്കേജുകൾ ലഭിക്കുന്നതിന് ആവശ്യമായ മാനദണ്ഡങ്ങളുണ്ട്. അതിനാവശ്യമായ ഹോംവർക്ക് നടത്തണം, അതിനാവശ്യമായ സർവേ നടത്തണം, അതിനാവശ്യമായ പഠനങ്ങൾ വേണം, ഉപോത്ബലകമായിട്ടുള്ള വസ്തുതകൾ ഹാജരാക്കണം. മെമ്മോറാണ്ടം കൊടുത്താൽ പിന്നെ പാക്കേജ് ലഭിക്കുമെന്ന് ധനകാര്യമന്ത്രി ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ഇതിനെന്തിനാണ് പ്രതിപക്ഷം ചൂട്ടുപിടിക്കുന്നത്? VD സതീശൻ, കേരളത്തിലെ കോൺഗ്രസിൻ്റെ MPമാരും പിണറായി വിജയന്റെ വാദം കേരളത്തിലെ പ്രതിസന്ധിക്കെല്ലാം കാരണം മോദിയാണ്, കേന്ദ്ര സർക്കാരാണ് എന്നുള്ള ന്യായം അവർക്ക് ശക്തമായി ഉന്നയിക്കാനുള്ള വളം വെച്ചു കൊടുക്കുകയാണ് VD സതീശനും കമ്പനിയും. വസ്തുതകളായിട്ട് പരിശോധിക്കാൻ തയ്യാറുണ്ടോ? ഈ ബജറ്റിൽ എവിടെയാണ് കേരളം അവഗണിക്കപ്പെട്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് ശരിയായ ഒരു സംവാദത്തിന് ഞാൻ LDF UDF നേതാക്കളെ വെല്ലുവിളിക്കുകയാണ്. മുഖ്യമന്ത്രി ആയാലും പ്രതിപക്ഷ നേതായാലും വരട്ടെ. ഈ ബജറ്റിൽ എന്താണ് കേരളത്തെ അവഗണിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു തുറന്ന സംവാദത്തിന് ധൈര്യമുണ്ടോ? ഞങ്ങൾ റെഡിയാണ്. വസ്തുതയില്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കരുത്. ആദ്യ ദിവസം തന്നെ ഞാൻ അന്നേ പറഞ്ഞു, അലോക്കേഷന്റെ ഡീറ്റെയിൽസ് വരുന്നതിന് മുമ്പ് തന്നെ കേരളത്തെ അവഗണിച്ചു എന്നുള്ള ഒരു വ്യാജ പ്രചരണം എന്തിനാണ് നടത്തിയത്?
ഭരണകക്ഷിക്ക് അത് ആവശ്യമുണ്ട്. പിണറായി വിജയന് എന്തിനാണ് ആ പിന്നെ തന്ത്രത്തിൽ VD സതീശനും കമ്പനിയും വീണത്? ഇനി എന്ത് പറയും അവർ അടുത്ത 2 വർഷം? 1.5 വർഷം കഴിഞ്ഞ് ഇലക്ഷൻ വരികയല്ലേ? കേരളത്തിന് ഒരു കുഴപ്പമില്ല. ഇവിടെ ഒരു വികസന പ്രതിസന്ധിക്ക് എല്ലാം കാരണം മോദിയാണ്. പിന്നെ സതീശൻ എന്താ ജോലി? സത്യം അതല്ല എന്നറിഞ്ഞിട്ടും അന്ധമായ BJP വിരോധം, മോദി വിരോധം കാരണം മത്സരിക്കുകയാണ് അവർ. കാരണം അവർ സ്വയം കുഴി തോണ്ടുകയാണ്. പിണറായി വിജയന്റെയും ഇടതുപക്ഷത്തിന്റെയും ആർഗ്യുമെന്റിന് സഹായം നൽകുന്ന ഒരു പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളത്. ഇത് പ്രതിപക്ഷമല്ല, ഭരണകക്ഷിയുടെ B ടീമാണ്. ഇവർ രണ്ടും പറയുന്ന ഒരേ പ്രചരണമാണ്. വസ്തുതാവിരുദ്ധമാണ് ഇവർ പറയുന്നത്. കേരളത്തെ അവഗണിച്ചിട്ടില്ല. കേരളത്തെ ഒരു കാലത്തും അവഗണിക്കാത്ത സർക്കാരാണ് മോദിയുടെ സർക്കാർ. അതുകൊണ്ട് ഈ പ്രചരണം അവസാനിപ്പിക്കണം എന്ന് ഞങ്ങൾ മുഖ്യമന്ത്രിയോടും ധനകാര്യമന്ത്രിയോടും, മാത്രമല്ല ബജറ്റ് ഡിസ്കഷൻ തുടങ്ങുന്നല്ലേ ഉള്ളൂ. കേരളത്തിലെ MP-മാർ വസ്തുതകൾ ചൂണ്ടിക്കാണിക്കട്ടെ. ഏത് കാര്യത്തിലാണ് അവഗണന ഉണ്ടായത്? കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് എവിടെയാണ് കുറവ് വന്നത്? അതിന് തയ്യാറാവാതെ ഈ വ്യാജ പ്രചരണം നിങ്ങൾ നടത്തരുത് എന്നുള്ളതാണ് BJP യുടെ പോയിന്റ്.